അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ഒമാനിലെ വെള്ളപ്പൊക്കത്തിൽ രണ്ട് മലയാളികൾ മരിച്ചവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരേ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരാൻ പോകണമെങ്കിൽ ഒരാളെ, ഒരു റംല എന്ന് പേരുള്ള മരണപ്പെട്ട ഒരാളെ ഉമ്മാനെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പറയാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. അതോടൊപ്പം വളരെ വൃത്തികെട്ട, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഒരുപാട് മഹല്ലുകളുടെ ഖാദിയാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയുടെ അധ്യക്ഷനുമാണ്, വലിയ നേതാവുമാണ്. അദ്ദേഹത്തിനെതിരെ ഒരു പെണ്ണ് കേസ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ തളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഈ പെണ്ണ് കേസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇന്നലെ വന്നൊരു പെണ്ണ് കേസിന് അഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ, ഇല്ലാത്ത പച്ചക്കള്ളം സയ്യിദ് സാദിഖ് അലി തങ്ങളെ കുറിച്ചിട്ട് ഈ പറഞ്ഞ് പരത്തുക, എന്നിട്ട് അത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുക. തെരഞ്ഞെടുപ്പാണ് ഇത്, ഓരോരുത്തർ വോട്ട് ചെയ്യാനും മത്സരിക്കാനും ജയിക്കാനും തന്നെ നടക്കണം. പക്ഷേ ഇങ്ങനത്തെ ഈ വൃത്തികെട്ട ആരോപണങ്ങൾ എന്തിനാണ് ഈ വരുത്തുന്നത്? അപ്പോൾ ഷാൻ എന്ന് പേരുള്ള എന്താ പറയുക, വിദേശത്തു നിന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ID, ആ IDയിൽ ആകെ ഒരാൾ മാത്രമാണ് അതിൽ മ്യൂച്വൽ ഫ്രണ്ട് ഉള്ളത്. ഒറ്റ ആൾ മാത്രമാണ് ഫ്രണ്ട് ഉള്ളൂ. അതൊരു ഇടതുപക്ഷത്തിൻ്റെ MLA അടുത്ത ആളാണ്. എന്നിട്ട് അതിൽ വന്ന ആരോപണം, ഈ തങ്ങളുടെ അടുത്തേക്ക് എന്തോ ഒരു ആവശ്യത്തിന് ഈ സ്ത്രീ വന്നിട്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ സഹായിക്കാം, എന്തോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് പറയുന്ന നമ്പർ വാങ്ങി. പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയക്കുക, നഗ്ന ഫോട്ടോസുകൾ അയക്കുക, അശ്ലീല ചാറ്റിങ്, ഇതൊക്കെയാണ് തങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ. ജനൻ TV ഈ വാർത്ത കണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. നോക്കുമ്പോൾ ഈ ഒരു IDയിൽ ഇങ്ങനെ എഴുതിയിട്ടതിൻ്റെ പിന്നാലെ ഇങ്ങനെ തങ്ങളോട് വിരോധമുള്ള ആളുകൾ ഇത് മുഴുവൻ ആഘോഷിക്കുകയാണ്. എന്തായാലും മുസ്ലിം ലീഗ് പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. സയ്യിദ് സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു സമസ്തയുടെ നേതാവാണ്. വളരെ വലിയൊരു വിഭാഗം ആളുകളെ ഖാദിയായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. ഒരുപാട് മഹല്ലുകളുടെ ഖാദിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൻ്റെ അമരത്തുണ്ടെന്ന് കരുതിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ കരിവാരി തേക്കാൻ ഇതുപോലെയുള്ള കല്ല് വെച്ച നുണകൾ പറഞ്ഞു വരുത്താം. എന്നിട്ട് എന്ത് നേട്ടാണ് നേടുന്നത്? ജെനുവിനാണെങ്കിലും ഒക്കെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കൽ നമ്മുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ചെയ്തവർക്ക് അല്ലാഹു ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കണം. അവരെ നിയമത്തിൻ്റെ കയ്യിൽ പൂട്ടിയിട്ട് നാട്ടുകാർ കൈകാര്യം ചെയ്തു. ഇനി മേലത് ചെയ്യരുത്. പെണ്ണ് കേസിൽ നാറ്റിക്കാം, ഇതാണ് പണ്ടും ഐഡിയ, ഇപ്പോഴും ഐഡിയ. അപ്പോൾ നമ്മൾ എവിടുന്നെങ്കിലും അത്തരം വാർത്തകൾ കേട്ടാൽ, ആരെ കുറിച്ചിട്ടാണെങ്കിലും ഈ പെണ്ണ് കേസിൻ്റെ വാർത്തകൾ കേട്ടാൽ നിങ്ങൾ 99% അതിലൊരു ട്രാപ്പ് ഉണ്ടാവും. 1% നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി വേണ്ടി വരും. അല്ല, നിലവിലെ സാഹചര്യം ഞാൻ പറയണേ. എന്തായാലും സയ്യിദ് സാദിഖ് അലി തങ്ങളെ കുറിച്ചുള്ള ഈ ആരോപണം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പരിശോധനയിൽ പുറത്തുവിട്ട ഫോട്ടോസുകളൊക്കെ ഫേക്കാണ്, വ്യാജമാണെന്ന് മനസ്സിലായി. അതൊക്കെ AI ആണ്. ഇന്നത്തെ കാലത്ത് ഡീപ് ഫേക്കുകളൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ്. മരിച്ചുപോയി എന്ന് കരുതുന്ന നെയ്തിന്യാഹുവിൻ്റെ വരെ വീഡിയോ ഇറങ്ങുന്ന കാലമാണ്. പിന്നെയാണ് ഈ ഫോട്ടോക്ക് പ്രശ്നം. അപ്പം എന്താ, ഞാൻ വിശ്വസിക്കണില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ അങ്ങനെ ഒരു പെണ്ണിനെ രാഷ്ട്രീയ ചാറ്റ് നടത്തിയിട്ട് നഗ്ന ഫോട്ടോസ് അയച്ചു കൊടുത്തുള്ള. ഞാൻ വിശ്വസിക്കണില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫീൽ എന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒമാനിലെ വെള്ളപ്പൊക്കത്തിൽ പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കമാണ്. പെട്ടെന്നാണ്ട് മഴ പെയ്ത് വെള്ളം തോന്നിട്ട് പാലക്കാട് ജില്ല, അതിൻ്റെ നാടിനടുത്ത് തൃത്താലയും കൂറ്റനാടുള്ള 2 പേര് അതിൽ മരണപ്പെട്ടു. ഒരു യൂസഫ് എന്ന പേരുള്ള ഒരാളും അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യ ഷംല, അവർ 2 ഫാമിലി ഒന്നിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. പെട്ടെന്നാണ് വെള്ളം ഇവരുടെ വാഹനം ഒലിച്ചുപോയി. അതിൽ ഈ ഒരു യൂസഫിൻ്റെ ഉമ്മ റംലയെ അതിൽ ഒലിച്ചുപോയി. അവരെ കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത് കടലായതുകൊണ്ട് തന്നെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. ഷംലയുടെ മൃതദേഹം ആദ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഷംല നമ്മൾ പുറത്തെടുത്തു. അതിനുശേഷം ഏകദേശം ഒരു 1 അവറിന് ശേഷമാണ് പിന്നെ യൂസഫിൻ്റെ മൃതദേഹം അവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറം നമ്മൾ കണ്ടെത്തി. അങ്ങനെ അതും നമ്മൾ എടുത്തു. പിന്നെ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത് ഈ വാദി പോയി ചേരുന്നത് കടലിലേക്കാണ്. ഏകദേശം കടലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇവൻ്റെ ബോഡി കിട്ടിയിട്ടുള്ളത്. അതുകൂടി അവർ ചെക്ക് ചെയ്തിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ROP പറഞ്ഞത് അവിടെ കെട്ടി നീരുന്ന വെള്ളം പെട്ടെന്ന് തുറന്നു വിട്ടതാണ്. അതിലാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് വെള്ളം കയറിയിട്ട് അങ്ങനെ അറിയാനുണ്ടായിരുന്നു. അവർ ഈ യൂസുഫും ഫാമിലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഒമാനിലെ ബിസിനസ്സാണ്. അതോടൊപ്പം ഈ ഷംലയുടെ ഭർത്താവ് ഇബിഷാദോ അങ്ങനെ എന്തോ ഒരാളാണ്. അവരും അവിടെയൊക്കെ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു യൂസുഫിൻ്റെ ഉമ്മ റംലയും ഉപ്പ കുഞ്ഞോമതൊക്കെ 1 വർഷം മുൻപാണ് മോൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഗൾഫിലേക്ക് പോയത്. അപ്പോൾ അതിൽ ഉമ്മയാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ട് അവരുടെ ഇത് കിട്ടിയിട്ടില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു ആ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. വലിയ സങ്കടം. പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ നിരത്തിലിറങ്ങാം. അപ്പം ഇന്ന് തന്നെ
ഇവിടെ ബാംഗ്ലൂരായി എവിടെയാണ് മൈസൂർ എങ്ങാനും വാഹനാപകടത്തിൽ 4ഓളം ആളുകൾ മരണപ്പെട്ടു. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നത്. അതും പെരുന്നാൾ ആഘോഷത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് പോണവരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന തൃത്താലക്കുള്ള ആളുകൾക്ക് അറിയായിരിക്കാം ഈ യൂസഫിനെ ഷംലയൊക്കെ നല്ല ചെറുപ്രായം 10-32 വയസ്സേ ഉള്ളൂ. ചെറിയ മക്കൾ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അവരുടെ മയ്യത്ത് ഇന്ന് എത്തിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയുന്ന, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ യുദ്ധം ഒരുപാട് ദിവസങ്ങളായി 10-25 ദിവസങ്ങളിലേക്ക് കടന്ന യുദ്ധം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അതിരൂക്ഷമായിട്ട് മാറാന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളുടെ നട്ടലൊടിക്കുന്ന ഒരു അവസ്ഥയാണ്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ അസ്ഹരി ഉസ്താദ്, ഹക്കീം അസ്ഹരി ഉസ്താദ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്ന ഇറാൻ്റെ രീതിക്കെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് പേര് ഉസ്താദിനെ എതിർത്തു. നിങ്ങൾ എന്തിനാ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാനെ എതിർക്കാൻ കാര്യം, ഇറാനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. പല ആളുകൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സത്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതായത് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നു പറയുമ്പോൾ ഒരു കൂട്ടർ പറയാം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ കുറേ ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട്, ആ സൈനിക താവളങ്ങൾക്കെതിരെയാണ് ആക്രമിക്കുന്നത്, അതുകൊണ്ട് അത് ഗൾഫ് രാഷ്ട്രങ്ങളെയല്ല ആ സൈനിക താവളങ്ങളെയാണെന്നതാണ് ഒരു ഭാഗം. പക്ഷേ ഇറാൻ്റെ ആക്രമണം പലപ്പോഴും ഈ സൈനിക താവളങ്ങൾ മാത്രമല്ല, എണ്ണപ്പാടങ്ങളും ആ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇറാൻ്റെ ആക്രമണം. ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്രമിച്ചുള്ളത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഇങ്ങനെ ആക്രമിക്കുന്നത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തകരുകയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ഗൾഫിലുള്ളതൊന്നും ഒരൊക്കെ പ്രവാസികളായത് ഇറാനിക്കല്ല, മറിച്ച് എവിടെയാണ് UAE-യിലോ ഖത്തറിലോ സൗദിയിലോ ബഹ്റൈനിലോ ഒമാനിലോ കുവൈത്തിലൊക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലാണ്. അപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും അവർ നേരിട്ടിട്ട് ഈ ഇറാനുമായിട്ട് ഏറ്റുമുട്ടാനൊന്നും പോയിട്ടില്ല. പല കാരണങ്ങളാൽ സൈനികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ സൈനികമായ കരുത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ സഹായത്തോടെ അവിടെ സൈനിക താവളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറാനെ പോലെയുള്ള ശക്തമായ രാജ്യങ്ങളുടെ ഒരു പ്രതിരോധവും കൂടി അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങളും അവരുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ തകർക്കുന്ന രീതിയിൽ ഇറാൻ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ അടിച്ചൊതുക്കിയിട്ട് നമ്മുടേത് മാത്രം ശരിയെന്ന് പറയുന്നൊരു വിശ്വാസമാണോ? എന്താണ് നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ടാവാം. നമ്മളെന്ത് പറയണം, ഇപ്പുറത്ത് ശത്രു അമേരിക്കയും ഇസ്രായേലും ആണെങ്കിൽ ഏത് ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കാം, എന്നിട്ട് ഈ സമാധാനമില്ലാതാക്കി നാട് മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ട് അതിൽ അഭിരമിക്കുന്ന ആളുകളുണ്ട്. എന്ത് നാടകട്ട് തകർന്നാലും കൊണ്ടില്ല, ഇക്കിൻ്റെ ആദർശം നന്നായാൽ മതി, ഇക്ക് ദേഷ്യമുള്ളവരോട് ചത്തൊടിക്കാൻ മതി എന്ന് കരുതുന്നവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകത വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ പോകുന്ന രാജ്യങ്ങളാണ്. മതം പറഞ്ഞിട്ട് അവരാരും ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങളല്ല. മതത്തിൻ്റെ പേരിൽ അവിടെ എവിടെയും സംഘർഷങ്ങളില്ല. നമ്മൾ പറയും അവിടെ രാജഭരണമാണ്, ആയിക്കോട്ടെ, രാജഭരണം ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര സംഘർഷമുക്തമാണ്, വളരെ മനസ്സമാധാനമാണ്, ലോകത്തെ ഏറ്റവും അധികം സന്തോഷത്തോടെ ജീവിക്കുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സുരക്ഷിതമല്ല. സത്യത്തിൽ ഇസ്രയേലും അമേരിക്കയും കൂടി ഇവരെ തമ്മിലടിപ്പിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ നട്ടലൊടിയുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഇസ്രയേലാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്താണ് പലപ്പോഴും ഗസയെ സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും അല്ലാതാകുമ്പോൾ ഇതിൻ്റെ മുഴുവൻ ദുരന്തങ്ങളും ഒരു മതവിഭാഗത്തിനായിരിക്കുന്ന കരുതിയിട്ട് ഇസ്രായേലിൽ നിന്ന് പച്ചക്കൊടി കാണിക്കണം. ഇപ്പോൾ ഇറാൻക്ക് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ 4000 കിലോമീറ്ററൊക്കെ പോകണ മിസൈലൊക്കെ ഉള്ളതല്ലേ, ഇസ്രായേലിൽ കൊണ്ടിട്ടൂടെ? എന്തിനാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ വേട്ടയാടുന്നത്? ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണക്കാർ കുവൈത്തിലൊക്കെ 5-6 ആളുകൾ മരണപ്പെട്ടു, പലരും മരണപ്പെടുന്നുണ്ട്, ബംഗ്ലാദേശികൾ മരണപ്പെടുന്നുണ്ട്, ഇന്ത്യക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എൻ്റെ പക്ഷം ഞാൻ പറയാലോ, നിങ്ങളതിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.